ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പഴുത്ത പഴം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഫുള്ളായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ 1/4 കപ്പ് ഞാൻ നിറച്ചിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങയും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെയും കുറച്ച് താഴെയായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴം അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര കുറച്ചത്. അപ്പോൾ നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കിതെല്ലാം കൂടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് വരണം ഈ നെയ്യിലൊക്കെ കിടന്നിട്ട്. അപ്പോൾ അതാ നമ്മുടെ കൂട്ട് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യിലായതുകൊണ്ട് തന്നെ ഇത് ചൂട് തണയുമ്പോൾ ഒന്ന് നല്ല ടൈറ്റായിട്ട് ഉറച്ചിട്ട് തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ മാത്രം ഓയിൽ എടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ബ്രെഡ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചൊരു ഷേപ്പിൻ്റെ വ്യത്യാസമുണ്ട്. അതാ നമ്മളിവിടെ ഈ വക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കുറച്ച് അധികം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ കളയുന്നത് നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ കട്ട്ലേറ്റും അതേപോലെ ബ്രെഡ് ക്രംസ് വേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചാൽ മതി, വേസ്റ്റായി പോവില്ല. ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡും സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ടയുടെ മിക്സ് വേണം, ഇതൊന്ന് മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ പഞ്ചസാരയും പാലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ അതാ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടോ. നമ്മൾ നേരത്തെ സൈഡ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് ഇതേപോലെ ഒരു കോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നീട്ടി പരത്തി കൊടുക്കാം. എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ പരത്തി കൊടുക്കാനായിട്ട്. നല്ല ഹാർഡായിട്ട് പരത്തി കഴിഞ്ഞാൽ ബ്രെഡാണ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പം എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് നീട്ടിയെടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പഴത്തിൻ്റെ മിക്സ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. ഒത്തിരി ഒന്നും വെച്ച് കൊടുക്കണ്ട, അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കോഴിമുട്ടയുടെ മിക്സ് ഈ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളിത് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഷേപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് കിട്ടിക്കോളും. നമ്മൾ ഈ കോഴിമുട്ട മിക്സ് ഒഴിക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, ബ്രെഡ് കുതിർന്നിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒട്ടിയിട്ട് നിന്നോളൂ. ചെറുതായിട്ട് വിടവൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കോഴിമുട്ടയിൽ മുക്കിയിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ അതൊക്കെ കവറായിട്ട് പോയിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു ബ്രെഡ് സ്ലൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന 5 ബ്രെഡ് സ്ലൈസും നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ആയിക്കിട്ടു കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 5 ബ്രെഡും ഇതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അത്യാവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഒത്തിരി ഓയിലൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രെഡ് ഈ കോഴിമുട്ട മിക്സിൽ ഒന്ന് മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ മുക്കണം കേട്ടോ. എല്ലാ സൈഡിലേക്കും കോഴിമുട്ടയൊക്കെ എത്തണം. അതേപോലെ 2 എണ്ണം ഞാനിവിടെ ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കാരണം ബ്രെഡിന് ഒത്തിരി വേവൊന്നുമില്ല, വളരെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ ഒരു സൈഡായി, ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അടുത്ത സൈഡും അതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. 2 സൈഡും ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്ന ടൈമിൽ ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ പൊന്തിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ടൈം ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അകത്തൊക്കെ നമ്മൾ കോഴിമുട്ട മിക്സ് മുക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സൈഡിലെ കോഴിമുട്ടയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കളറൊന്നും മാറണമെന്നില്ല, ജസ്റ്റ് ഒന്ന്
കോഴിമുട്ട ഒന്ന് വെന്ത് വരുന്ന വരെ മാത്രം ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തവിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ എല്ലാ ബ്രെഡ് സ്ലൈസും ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേവിച്ചിട്ട് വേണം എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ബ്രെഡും പഴയും വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ഇഫ്താർ ടൈമിലൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അതേപോലെ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതാ പഴത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക് യു.